2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം വി.ഡി. സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയാണ്. വരും വർഷങ്ങളിൽ കേരളം കാണാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? UDF നൽകിയ വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് അവർ നടപ്പിലാക്കാൻ പോകുന്നത്? വികസനത്തിന്റെ ആ പുതിയ കർമ്മ പദ്ധതികളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ജനങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടെ നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ക്ഷേമ പെൻഷൻ. പ്രതിമാസം 3000 രൂപ എന്ന ലക്ഷ്യത്തിലേക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉയർത്താനുള്ള നടപടികൾക്ക് സർക്കാർ തുടക്കമിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2, സ്ത്രീകൾക്കുള്ള KSRTC സൗജന്യ യാത്ര. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്നതോടെ കേരളത്തിലെ സാധാരണക്കാരായ വീട്ടമ്മമാർക്കും ജോലിക്കാർക്കും വലിയൊരു ആശ്വാസമാണ് ഈ സർക്കാർ നൽകാൻ പോകുന്നത്. കുടിവെള്ളം. മാസം 20,000 ലിറ്റർ സൗജന്യ കുടിവെള്ളം എന്ന വാഗ്ദാനം വരും മാസങ്ങളിൽ നടപ്പിലാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യ വിപ്ലവം. ഉമ്മൻചാണ്ടി മോഡൽ. കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചികിത്സാ പരിരക്ഷയാണ് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ഉറപ്പാക്കും. ഇത് വെറുമൊരു പ്രഖ്യാപനമല്ല, വരും വർഷങ്ങളിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന വലിയൊരു പദ്ധതിയാണ്. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവിക്ക് സർക്കാർ വലിയ മുൻഗണനയാണ് നൽകാൻ പോകുന്നത്. പലിശരഹിത വായ്പ. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ വരെ പലിശയില്ലാതെ നൽകുന്നതോടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അക്കാദമിക് സിൻഡിക്കേറ്റ്. കലാലയങ്ങളിൽ രാഷ്ട്രീയത്തെക്കാൾ പഠനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ അന്തരീക്ഷം സർക്കാർ വിഭാവനം ചെയ്യുന്നു. ഒപ്പം വയനാട്ടിൽ വരാനിരിക്കുന്ന ട്രൈബൽ യൂണിവേഴ്സിറ്റി ഗോത്ര വിഭാഗങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. ചെറുകിട വ്യവസായങ്ങൾക്ക് 100 കോടി വരെയുള്ള പാക്കേജുകൾ നൽകുന്നതിലൂടെ കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ശക്തമാകും. അതോടൊപ്പം തന്നെ നമ്മുടെ യുവതലമുറയെ തകർക്കുന്ന ലഹരിക്കെതിരെ ബ്രേക്ക് ദ ഡ്രഗ് ചെയിൻ എന്ന പേരിൽ ശക്തമായ നിയമ നടപടികൾക്കും വി.ഡി. സതീശൻ സർക്കാർ തുടക്കമിടും. പ്രതീക്ഷകളും വലിയ വാഗ്ദാനങ്ങളുമായാണ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ UDF ഭരണം ആരംഭിക്കുന്നത്. നൽകിയ വാഗ്ദാനങ്ങൾ എത്ര വേഗം പാലിക്കപ്പെടും എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഈ പുതിയ സർക്കാരിൻ്റെ വികസന നയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? താഴെ കമൻറ്റ് ചെയ്യും.